വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്നിട്ടുള്ള കേരള PSCയുടെ ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി കാറ്റഗറി നമ്പർ 429/2023 HTML ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. First question, which of the following defines a file select field and a browse button for file uploading? അപ്പോൾ ഇവിടെ നമുക്കൊരു ഫയൽ അപ്ലോഡ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്നുള്ള രീതിയിൽ നോ ഇമേജ്, ഇപ്പം കേരള PSCയുടെ തന്നെ സൈറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ നമുക്കൊരു ഓപ്ഷൻ ചൂസ് എ ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചൂസ് എ ഫയൽ. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബ്രൗസ് ബട്ടൺ വെച്ചുകൊണ്ട്, ഒരു ചൂസ് എ ഫയൽ ബട്ടൺ വെച്ചുകൊണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ രീതിയിലൊരു ഫയൽ അപ്ലോഡിങ് ഓപ്ഷനിൽ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫയൽ ടൈപ്പാണ്. ഓക്കെ, ഇൻപുട്ട് ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഇൻപുട്ട് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന ഡിഫറെൻറ്റ് ഇൻപുട്ട് ടൈപ്സ് എന്ന് പറയുന്നത്? ഒന്ന് ടെക്സ്റ്റാണ്, നമുക്ക് ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ളതുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് നമുക്ക് ഏതെങ്കിലും ഹിഡൻ ആയിരിക്കും, ഒന്നുകിൽ ഡോട്ട്സ് അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത്തരത്തിൽ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഏത്? സബ്മിറ്റ് ഉണ്ട്, അതുപോലെ ചെക്ക് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ സബ്മിറ്റ് ചെക്ക് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ ബട്ടൺ ഉണ്ട്. ദെൻ ഇതുപോലെ നമുക്ക് കേൾക്കാത്ത ഒരുപാട് ഇതുപോലെ വരുന്നതാണ് ഡേറ്റ്. എല്ലാവരുമല്ല, ചിലരെങ്കിലും കേൾക്കാത്ത കോമൺ അല്ലാത്തതാണ് കളറ്, ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ ഇമേജ്. നമ്മൾ മന്തൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മന്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിവിടെ മന്ത് നമ്മൾ ചില കേസിൽ മന്ത് എടുക്കുമ്പോൾ മന്ത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ, മേലേക്കും താഴേക്കുള്ളൊരു ആരോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് അത്തരത്തിൽ ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാൻ മന്ത്ലി യൂസ് ചെയ്യാൻ വേണ്ടി നമ്പർ യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മിൻ മാക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് വാല്യൂ മന്തായിട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൊരു മിൻ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ മാക്സ് വാല്യൂ ഉണ്ട്. ദെൻ ഡേറ്റ് ഉണ്ട്, കളറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ടുള്ളൊരു നമുക്കൊരു കളറിൻ്റെ ഒരു പാനൽ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ സെർച്ച് ബാർ പോലെയുള്ള സെർച്ച് നമുക്കുണ്ട്. ദെൻ ഇമെയിൽ അതുപോലെ വീക്ക്, URL, അതായത് ടെലിനോട് ചെയ്യാൻ നമുക്ക് നമ്പർ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ടെൽ എന്ന് പറയുന്നത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ടൈപ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ ഹിഡൻ ആയിട്ട് വരുന്നുണ്ട് ഇമേജ് ഉണ്ട്. ഓക്കെ, ഇമേജ്. ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് which attribute is used with a tag to display the linked page in a specified frame? ഒരു സ്പെസിഫൈഡ് ഫ്രെയിമിലേക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആങ്കർ ടാബിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫ്രെയിമിലേക്ക് നിന്നാണ് നമുക്കത് ഓപ്പൺ ചെയ്യേണ്ടത് എങ്കിൽ നമുക്കത് യൂസ് ചെയ്യുന്നത് ഇതെന്താണ്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആങ്കർ ടാഗാണ്. ആ ആങ്കർ ടാഗിൽ നമ്മൾ കൊടുക്കുന്ന ഏതാണ്? HREF കൊടുക്കാറുണ്ട് അല്ലേ? HREF കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് എടുക്കാറുണ്ട്. അതിന് വേറെ ഏതെങ്കിലും ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ടാർഗറ്റ് വെച്ചിട്ടാണ് നമുക്കൊരു സ്പെസിഫൈഡ് ഫ്രെയിമിലേക്ക് നമുക്ക് ആ ലിങ്ക് പേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാഗ് ഈസ് യൂസ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് കൺട്രോൾസ് വിത്തിൻ എ ഫോം? അതായത് ഒരു ഫോമിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് അതിനൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രൂപ്പ്, ലെജൻഡ്, കൺട്രോൾ, ഫീൽഡ് സെറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫീൽഡ് സെറ്റാണ്. അതായത് നമ്മളിപ്പോൾ ചില ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ പോലെ കാണാം. ഇവിടെ ഇപ്പം ഫസ്റ്റ് നെയിം കൊടുക്കാൻ, ലാസ്റ്റ് നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു ഫീൽഡ് സെറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഫീൽഡ്സ്. അതായത് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു
ഒരു ഒരു നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമുള്ള ഒരു ഫീൽഡ് സെറ്റായിട്ട് നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം. ഇത് നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഫീൽഡായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എന്ത് സെറ്റ് ഓഫ് ഫീൽഡ്സ് എന്നുള്ള രീതിയിൽ ഫീൽഡ് സെറ്റ് നമുക്ക് ആ ഒരു രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അതാണ് ഫീൽഡ് സെറ്റ്. ഇനി ഇതിൽ നെക്സ്റ്റ് നമുക്കിവിടെ പറ്റുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത് ലെജൻഡാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ ഒരു ക്യാപ്ഷനുള്ള രീതിയിൽ ഒരു ടൈറ്റിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഫീൽഡ് സെറ്റാണ്. ആ ഫീൽഡ് സെറ്റിൻ്റെ ഒരു ടൈറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് ലെജൻഡ്. അപ്പോൾ ലെജൻഡ് എന്നുള്ള കൊടുത്ത് അതിൽ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ചൈൽഡായിട്ട് നമുക്കിവിടെ ഒരു മെയിനായിട്ടുള്ള ഫ്രെയിമിൻ്റെ ഒരു ചൈൽഡായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ചൈൽഡിനെ യൂസ് ചെയ്യുന്നൊരു ക്യാപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റിലായിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് ഈ ഒരു ലെജൻഡിനെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഫീൽഡ് സെറ്റാണ്. നെക്സ്റ്റ്, HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഇക്വേഷൻ a to the base a power log x to the base a is equal to x. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എയുടെ പവറായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായിട്ട് തോന്നും, എ പവറാണോ എന്ന് തോന്നും. പക്ഷേ നമ്മളൊരു സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ആയിട്ട് യൂസ് ചെയ്യുന്നതിന് SUP ആണെന്നുള്ള ഡിഫറെൻറ്റ് ടാഗ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പം ഇവിടെ എയുടെ സബ്സ്ക്രിപ്റ്റായിട്ടാണ് എന്ത് വരുന്നത്, ലോഗ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു SUP ഉണ്ട്, എംഫസൈസ് ആണിത്, ഇത് സബ്സ്ക്രിപ്റ്റാണ്. ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആണോ അല്ല, ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് വരിക. ദെൻ ലോഗിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, എ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്റ്റായിട്ട് നമ്മൾ എ കൊടുക്കുക, ഇവിടെ ഇത് ക്ലോസ് ചെയ്യുക, ഇതൊരു സബ്സ്ക്രിപ്റ്റ് എ, ദെൻ എക്സ്, ദെൻ ഇത് സൂപ്പർ സ്ക്രിപ്റ്റാണ് അല്ലേ. ഇത് ലോഗ് എക്സ് എന്നൊന്നും ഇവിടെ തീർന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, എക്സ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, കാരണം എയുടെ സബ്സ്ക്രിപ്റ്റായിട്ടാണ് വരുന്നത്, സൂപ്പർ സ്ക്രിപ്റ്റായിട്ടാണ് വരുന്നത്, എന്തായിട്ടല്ല, സബ്സ്ക്രിപ്റ്റായിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. ദെൻ നെക്സ്റ്റ്, ഇൻ HTML വി സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ആസ് #FFFFFF. വാട്ട് വിൽ ബി ദ കളർ? അപ്പോൾ ഇവിടെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അതായത് എല്ലാം ആക്റ്റീവായിട്ടുള്ള, എല്ലാം ഫുള്ളായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എന്താണ്, എല്ലാ കളറും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വൈറ്റ് കളർ കിട്ടുക അല്ലേ. നമ്മളൊരു പമ്പരത്തിൻ്റെയൊക്കെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐസക് ന്യൂട്ടൻ്റെ. എല്ലാ കളറും കൂടി മിക്സ് ആകുമ്പോൾ നമുക്കത് എന്തായിട്ട് കാണുന്ന, അതൊരു വൈറ്റ് കളറായിട്ട് കാണുന്നതാണ് പറയുക. അപ്പോൾ ഇവിടെ വൈറ്റ് ആണ് ആൻസർ. ഓക്കെ, ദെൻ ബ്ലാക്ക്. അതായത് ഇത് നമ്മുടെ ഹാഷ് വാല്യൂ എടുത്ത് എല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം 0, കാരണം ഒരു കളറും ഇല്ല, ഒന്നുമില്ലെങ്കിൽ നമ്മളെന്താ, ബ്ലാക്കാണ്. ഓക്കെ, അപ്പം ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ 0 വരുന്നതാണ് ബ്ലാക്ക്. അപ്പോൾ ഇവിടെ ഇതൊരു പെയറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും RGB അല്ലേ, റെഡ് ഗ്രീൻ ബ്ലൂ. ഓക്കെ, RGB ആണ് നമ്മൾ പ്രൈമറി കളേഴ്സിൻ്റെ കേസിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ മാത്രം, ഈ RGBയുടെ ഫസ്റ്റത്തെ മാത്രം, ഈ 6 മാത്രമാണെങ്കിൽ FF0000 ആണെങ്കിൽ അത് റെഡായിട്ട് നമുക്ക് പറയാം. അതുപോലെ സെക്കൻഡ് മാത്രം, അതായത് ഇത് മാത്രം FF ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഗ്രീനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അപ്പോൾ ബ്ലൂ എന്തായിരിക്കും, ഏറ്റവും ലാസ്റ്റത്തെ അല്ലേ, അതായത് 0000FF. ഇത്തരത്തിൽ വരുന്നതിന് നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ബ്ലൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളെ ഓരോ കളറും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ ഇതിന് ഈ ഒരു 0നും Fനും ഇടയിലുള്ള ഏത് വാല്യൂസും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏത് വാല്യൂസും നമുക്ക് പറയുന്ന സമയത്ത് ABC, നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂസ് അറിയാമല്ലോ. അപ്പോൾ 0ന് പകരം 1 2 3 ഇത്തരത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കളറായിരിക്കും നമുക്കവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ HTML എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രീ ഡിഫൈൻഡ് ടാഗ്സ് ആണ്. അത് ഡിഫറെൻറ്റ് ടാഗ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഹെഡ്, ആദ്യം HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ റൂട്ട് ടാഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ഹെഡ്. മെറ്റാ ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് ഇതിലാണ് ഉള്ളത്, ഹെഡിലാണുള്ളത്. ദെൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണ് നമ്മുടെ കണ്ടൻറ്റ് എന്ന് കാണിക്കേണ്ട ഇതിലാണ്, നമ്മുടെ ബോഡിയിലാണുള്ളത്. ദെൻ H1 to H5 വരെയുള്ള
ഹെഡിങ്സ് നമുക്ക് കാണാൻ വേണ്ടി ഇത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് H1 എന്ന് പറയുന്നത്. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് H6 എന്ന് പറയുന്നത്. HTML ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ HTML5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. then ഇതിനൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ പിന്നെ പാരഗ്രാഫ് ടാഗ് ഉണ്ട്, അതുപോലെ ആങ്കർ ടാഗ് ഉണ്ട്. ആങ്കർ ടാഗിൽ ഇത് HREF നമ്മൾ പറഞ്ഞു. അതുപോലെ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഇമേജ് ടാഗ് ഉണ്ട്. അതിൽ നമുക്ക് SRC വെച്ച് നമുക്കതിന് ഇമേജസ് നമുക്ക് അതിലേക്ക് എംബഡ് ചെയ്യാൻ വേണ്ടി പറ്റും. then അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. then ഹൈറ്റ്, വെയ്റ്റ്, ഇതൊക്കെ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിൽ വരുന്ന ഇമേജിൽ വരുന്ന ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ഓഡിയോ, വീഡിയോ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാഗ്സ് ഉണ്ട്. ഇൻലൈൻ ടാഗ്സ് ഉണ്ട്, അതൊക്കെ വരുന്നതാണ്. ബ്രാക്കറ്റ് വരിക, അതുപോലെ തന്നെ സൂപ്പർസ്ക്രിപ്റ്റ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ബോൾഡ്, ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് HTML ടാഗ്സ് ഉണ്ട്. ബട്ട് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.